ഹായ് ഓൾ, ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സോഹോ ബുക്സിൽ പ്രൊജക്റ്റ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചാണ്. ഓക്കെ, നമുക്ക് ഒരുപാട് ക്വറീസ് വന്നിരുന്നു. എങ്ങനെയാണ് ഒരു ഇൻവെൻറ്ററി ബേസ്ഡ് പ്രൊജക്റ്റ്, ഇൻവെൻറ്ററി കൺസ്യൂം ചെയ്യുന്ന പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് സോഹോ ബുക്സിൽ പ്രൊജക്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, സോഹോ ബുക്സിൻ്റെ പ്രൊജക്റ്റ് ഒരു IT ബേസ്ഡ് കമ്പനീസിന് യൂസ് ചെയ്യാൻ പറ്റിയ സ്ട്രക്ചറാണ് നോർമലി ഉള്ളത്. പക്ഷേ നമുക്ക് ഒരു CCTV ഇൻസ്റ്റാളേഷൻ, അത് ഇൻവെൻറ്ററി മെറ്റീരിയൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും പ്രൊജക്റ്റിന് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് സോഹോ ബുക്സിൻ്റെ പ്രൊജക്റ്റ് മൊഡ്യൂൾ വെച്ചിട്ടല്ല യൂസ് ചെയ്യാൻ പറ്റുക. കാരണം ഇൻവെൻറ്ററി അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള മൊഡ്യൂളിൽ നമുക്ക് ഇൻവെൻറ്ററി ഒരു പ്രൊജക്റ്റിലോട്ട് അല്ലെങ്കിൽ ഇൻവെൻറ്ററി സ്റ്റോക്ക് ഒരു കൺസംഷനായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇൻവെൻറ്ററി അഡ്ജസ്റ്റ് മൊഡ്യൂളാണ് നമുക്ക് ഇതിലുള്ള ഏതൊരു ഓപ്ഷൻ. അപ്പോൾ അവിടെ നമുക്കൊരു പ്രൊജക്റ്റ് മാപ്പ് ചെയ്യാനുള്ള സംവിധാനം സൊഹോയിലില്ല. പക്ഷേ നമുക്ക് അത് റിപ്പോർട്ടിംഗ് ടാഗ് എന്ന് പറഞ്ഞ ഒരു കോസ്റ്റ് സെൻറ്റർ ഫീച്ചർ വെച്ച് ടാഗ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഹോ പ്രൊജക്റ്റ് റിപ്പോർട്ടിംഗ് ടാഗ് എന്നുള്ള മൊഡ്യൂളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊജക്റ്റ് എന്നുള്ള ഒരു കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു കോസ്റ്റ് സെൻറ്റർ ഫീച്ചറാണ്. എന്നിട്ട് അതിൽ നമ്മൾ പ്രൊജക്റ്റ് നെയിം ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടാഗ് ഒരു പ്രൊജക്റ്റ് ആയി കൊണ്ടുകൊണ്ട് ഇൻവെൻറ്ററി അഡ്ജസ്റ്റ്മെൻറ്റ് മൊഡ്യൂളിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഇൻവെൻറ്ററി അഡ്ജസ്റ്റ്മെൻറ്റ് എൻ്റർ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമ്മളൊരു ഒരു പ്രൊജക്റ്റിലോട്ട് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിലോട്ട് ഇൻവെൻറ്ററി അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പം നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പം അതിലോട്ട് ഇൻവെൻറ്ററി അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെ ഒരു എൻട്രി ചെയ്യാമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ, ഞാനൊരു പ്രൊജക്റ്റ് കൺസംഷൻ ഫോർ പ്രൊജക്റ്റ്, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നു. അതിൽ നമ്മളൊരു -10 ക്വാണ്ടിറ്റി നമുക്ക് കൺസംഷൻ കാണിക്കുന്നു. അപ്പം ഇവിടെ നമുക്ക് ആ പ്രൊജക്റ്റ് എന്നുള്ള റിപ്പോർട്ടിംഗ് ടാബിൽ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ് എന്ന മൊഡ്യൂൾ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അത് ടാഗ് ചെയ്യാൻ പറ്റും ഏത് പ്രൊജക്റ്റിലോട്ടാണെന്നുള്ളത്. നമ്മൾ സേവ് ചെയ്യുന്നു, കൺവേർട്ടഡ് ആസ് അഡ്ജസ്റ്റഡ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മളൊരു റിപ്പോർട്ട്സിൽ പി ആൻഡ് എൽ പ്രോഫിറ്റബിലിറ്റി എടുക്കുമ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ആഡ് മോർ ഓപ്ഷനിൽ പ്രൊജക്റ്റ്, ഇവിടെ നമ്മൾ റിപ്പോർട്ടിംഗ് ടാഗ് ഈ റിപ്പോർട്ടിംഗ് ടാഗ് കൊടുത്തിട്ട് ആ പെർട്ടിക്കുലർ പ്രൊജക്റ്റ് റിപ്പോർട്ടിംഗ് ടാഗിൽ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ പ്രോഫിറ്റബിലിറ്റി എടുക്കാൻ പറ്റും. നമ്മളതിലൊരു 5,000 ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഒരു 1,200 ആൻഡ് ഒരു ലേബർ എക്സ്പെൻസിലൊരു റിപ്പോർട്ടിംഗ് ടാഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലേബറിൻ്റെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നെറ്റ് പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പ്രൊജക്റ്റ് പ്രോഫിറ്റ് P&L ആണ്. അത് നമുക്ക് ഈ റിപ്പോർട്ടിംഗ് ടാഗ് ത്രൂ എടുക്കാൻ പറ്റും. ഇനിയിപ്പം പ്രൊജക്റ്റ് മൊഡ്യൂളിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഏതൊക്കെ? ബില്ലബിൾ ഫീച്ചേഴ്സ് ഉണ്ട്, ടൈം ഷീറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ഫീച്ചേഴ്സും ഈ ഇൻവെൻറ്ററി കൺസംഷനും കൂടി വരികയാണെങ്കിൽ രണ്ട് റിപ്പോർട്ടിംഗ് ടാഗിലും പ്രൊജക്റ്റ് മൊഡ്യൂളും നിങ്ങൾ ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് അതിനെ മാപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ രീതിയിലുള്ളൊരു പ്രൊജക്റ്റ് പ്രോഫിറ്റബിലിറ്റി, നമുക്ക് ഇൻവെൻറ്ററി കൺസംഷൻ അടങ്ങിയ പ്രൊജക്റ്റ് പ്രോഫിറ്റബിലിറ്റി റിപ്പോർട്ട്, ഒരു P&L റിപ്പോർട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇൻ എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും, പ്ലീസ് കമൻറ്റ് ഓൺ ദ വീഡിയോ.